ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്ററായ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്, FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഫ്രീ ഹോസ്റ്റിംഗ്. Web hosting is a service that allows organizations and individuals to post a website or web page onto the internet. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതൊരു സർവീസാണ്. ഇതുവഴി നമ്മൾ ഇൻ്റർനെറ്റിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരു വെബ് പേജ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി നമ്മളത് ഇൻ്റർനെറ്റിലേക്ക് ഇടുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ആ ഒരു സർവീസിന് പറയുന്ന പേരാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇതൊരു സർവീസാണ്. ഇതുവഴി ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺസിനും അവരുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് ഇൻ്റർനെറ്റിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ആ ഒരു സർവീസിന് പറയുന്ന പേരാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന്. വെബ് ഹോസ്റ്റ് ആർ companies which provide the technologies and services needed for the website to be viewed in the internet. അപ്പോൾ ഈ വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനീസുകളാണ്. ആ കമ്പനികൾ അവർ കുറേ ഒരു സെറ്റ് ഓഫ് ടെക്നോളജീസ് അല്ലെങ്കിൽ സർവീസുകൾ ആവശ്യമാണ്. എന്തിന്? ഓരോ ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിന് അവരുടെ വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത് കാണുന്നതിന്, ആ വെബ്സൈറ്റ് കാണുന്നതിന് വേണ്ടി ഒരു സെറ്റ് ഓഫ് ടെക്നോളജീസ്, സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസാണ് ഈ വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. വെബ് ഹോസ്റ്റ് ഓൺ ആൻഡ് മാനേജ് വെബ് സെർവേഴ്സ്. അപ്പോൾ വെബ് ഹോസ്റ്റുകൾ മാനേജ് ചെയ്യുന്നത് ആരാണ്? വെബ് സെർവറുകളാണ് ഈ വെബ് ഹോസ്റ്റുകളെ മാനേജ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്, 3 ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തേതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയും. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ആർ സ്റ്റോറേഡ് ഓൺ എ സിംഗിൾ സെർവർ ആൻഡ് ദേ ഷെയർ റിസോഴ്സ് ലൈക്ക് റാം ആൻഡ് CPU. ഷെയർഡ് ഹോസ്റ്റിംഗ്, ആ പേരുകളിൽ തന്നെയുണ്ട് ഷെയർ ചെയ്യുന്നു. എന്താണ് ഷെയർ ചെയ്യുന്നത്? റാം, അതായത് മെമ്മറിയും അതുപോലെ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റുകളും. റിസോഴ്സുകൾ എന്ന് പറയുന്നത് ഈ റാമും CPUമാണ് നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ റിസോഴ്സുകളെ ഡിഫറെൻറ്റ് വെബ്സൈറ്റുകൾ, അതായത് ഒരു സെർവറിൽ ഒന്നിലധികം വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയാണ്. ആ വെബ്സൈറ്റുകൾ നമ്മുടെ ഈ റിസോഴ്സുകളായ റാമിനെയും CPUവിനെയും ഷെയർ ചെയ്യുന്നു. അതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ് ഈ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ ഒരു സെർവറിൻ്റെ കീഴിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടാകും. ഈ വെബ്സൈറ്റുകൾ റിസോഴ്സുകളായ റാമിനെയും CPUവിനെയും ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇതിന് പറയുന്ന പേരാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന്. ഷെയർഡ് ഹോസ്റ്റിംഗ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ വെബ്സൈറ്റ് വിത്ത് ലെസ് ട്രാഫിക്. അപ്പം ഈ റാമിനെയും CPUവിനെയും, ഒരു റാമിനെയും CPUവിനെയും അതിൻ്റെ ഒരു സെർവറിൻ്റെ കീഴിലുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചെറിയ വെബ്സൈറ്റുകളായിരിക്കും. അതായത് ഒരുപാട് ഡീറ്റെയിൽസുകളുള്ള വെബ്സൈറ്റുകൾ ആയിരിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഈ സെർവറിൻ്റെ കീഴിൽ വരുന്നു. ഈ ഓരോ വെബ്സൈറ്റുകളും സ്മോൾ വെബ്സൈറ്റുകളായിരിക്കും. എങ്കിൽ മാത്രമേ ഇവരുടെ ട്രാഫിക് എന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് റാമിനെയും CPUവിനെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു വെബ്സൈറ്റിന് റാമിൻ്റെയും CPUവിൻ്റെയും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രാഫിക് ഒക്കർ ചെയ്യും, അല്ലേ? അപ്പം ഈ വെബ്സൈറ്റുകളുടെ സൈസ് കുറവാണെങ്കിൽ മാത്രമേ ഒരു വെബ് സെർവറിൻ്റെ കീഴിലുള്ള ഈ വെബ്സൈറ്റുകൾക്കെല്ലാം റാമിനെയും CPUവിനെയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഷെയർഡ് വെബ് സെർവേഴ്സ് ആർ ചീപ്പ് ആൻഡ് ഈസി ടു യൂസ്. ഈ ഷെയർഡ് വെബ് സെർവേഴ്സ് എന്ന് പറയുന്നത് വളരെ ഫിനാൻഷ്യലി വളരെ ചീപ്പും ആയിരിക്കും, എന്നാൽ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. എ ഡ്രോബാക്ക് ഈസ് ദാറ്റ് ഇഫ് എനി വൺ ഓഫ് ദി വെബ്സൈറ്റ് ഹാസ് ലാർജ് ട്രാഫിക് ദെൻ ഇറ്റ് വിൽ സ്ലോ ഡൗൺ ഓൾ അതർ വെബ്സൈറ്റ് ഹോസ്റ്റഡ് ഇൻ ദി ഷെയർഡ് സെർവർ. ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരു വെബ് സെർവർ ഉണ്ടാകും.
അതിൻ്റെ കീഴിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ വെബ്സൈറ്റുകളുടെ സൈസ് വളരെ കുറവായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഒരുപാട് നേരത്തേക്ക് ഈ റാമിൻ്റെയും CPU-നെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറ്റ് ദി സെയിം ടൈം മറ്റുള്ള സൈറ്റുകൾക്കും ഈ റാമിൻ്റെയും CPU-ൻ്റെയും ആവശ്യം വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു ട്രാഫിക് പ്രോബ്ലം ഒക്കർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ ഈ വെബ് സെർവറിൻ്റെ കീഴിലുള്ള വെബ്സൈറ്റുകളെല്ലാം ഈ റാമിനെയും CPU-നെയും ഷെയർ ചെയ്താണ് യൂസ് ചെയ്തത് അല്ലേ. അതുകൊണ്ട് ട്രാഫിക് പ്രോബ്ലം ഒക്കർ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഷെയർഡ് ഹോസ്റ്റിങ്ങിൻ്റെ പേരിൽ തന്നെയുണ്ട് എന്താണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന്. അതായത് ഒരു വെബ് സെർവറിൻ്റെ കീഴിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടായിരിക്കും. ഈ വെബ്സൈറ്റുകൾ റിസോഴ്സുകളായ റാമിനെയും CPU-നെയും ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നു. ഇതിന് പറയുന്ന പേരാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന്. ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ട്രാഫിക്കാണ്. അതായത് ഒരു വെബ്സൈറ്റ് ഈ റാമിനെയും CPU-നെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു വെബ്സൈറ്റിന് ഈ റാമിൻ്റെയും CPU-ൻ്റെയും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം മറ്റൊരു വെബ്സൈറ്റ് റാമിനെയും CPU-നെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ട്രാഫിക് പ്രോബ്ലം ഒക്കർ ചെയ്യുന്നു. കൂടാതെ ഇതിൻ്റെ ഒരു പ്രധാന ഇതെന്ന് പറയുന്നത് ഏറ്റവും വെബ്സൈറ്റിൻ്റെ സൈസ് വളരെ കുറവായിരിക്കണം എങ്കിൽ മാത്രമേ ലെസ് ട്രാഫിക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ, കുറച്ച് ട്രാഫിക് പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹോസ്റ്റിംഗ് ആണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയും. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ദി ക്ലയൻറ്റ് ലീസസ് ദി എൻറ്റയർ വെബ് സെർവർ ആൻഡ് ഓൾ ഇറ്റ്സ് റിസോഴ്സസ്. അതായത് ഇവിടെ client has full control over the web server. It provides guaranteed performance, but it is expensive. Website access will be faster compared to other hosting. It is suitable for large organization, government department, etc. ഇവിടെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇവിടെ ക്ലയൻറ്റിന് വേണ്ടി, ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു ആളാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ google.com എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ ഞാനാണ് ഗൂഗിൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഐ എം എ ക്ലയൻറ്റ്, ഞാനൊരു ക്ലയൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിന് സെർവറും അതുമായിട്ട് അനുബന്ധ ഭാഗങ്ങളും പൂർണ്ണമായിട്ട് ഒരു വെബ്സൈറ്റിന് വേണ്ടി മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആവശ്യമുള്ള സൈറ്റുകൾക്ക് യോജിച്ച്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഗൂഗിളാണ് നോക്കുന്നതെങ്കിൽ ആ ഗൂഗിൾ സെർവറും അനുബന്ധ ഭാഗങ്ങളും പൂർണ്ണമായിട്ട് ഒരു വെബ്സൈറ്റിന് വേണ്ടി പർട്ടിക്കുലർ ഒരു സെർവറും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളായ റാമും CPU-യും ഉണ്ടാകും എന്നാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേതാണെങ്കിൽ എന്താണ്, ഒരു സെർവറിൻ്റെ കീഴിലുള്ള എല്ലാ വെബ് പേജുകളും ഒരു റാമിൻ്റെയും CPU-നെയുമാണ് ഷെയർ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൽ ഓരോ സെർവറിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ റിസോഴ്സുകൾ അലൗഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അതായത് ഓരോ സെർവറിനും എൻറ്റയർ സെർവറിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടാകും. ഇതിന് ഫുൾ കൺട്രോൾ എന്തായിരിക്കും? ഇപ്പോൾ വെബ് സെർവർ, ആ ഒരു സെർവറിലെ ഏതെങ്കിലും ഒരു വെബ് പേജ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ക്ലയൻറ്റിനായിരിക്കും ഫുള്ള് റെസ്പോൺസിബിലിറ്റി ഉള്ളത്, അതായത് ഫുൾ കൺട്രോൾ ആ ക്ലയൻറ്റിനായിരിക്കും. ഇറ്റ് പ്രൊവൈഡ് ഗ്യാരൻറ്റഡ് പെർഫോമൻസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും, പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്. എന്തുകൊണ്ട്? ആദ്യത്തെ കേസിൽ ഒരു വെബ് സെർവറിൻ്റെ കീഴിലുള്ള എല്ലാ വെബ്സൈറ്റുകളും കൂടെ ഒരു റാമിനെയും CPU-നെയുമായിരുന്നു ഷെയർ ചെയ്തിരുന്നത് എങ്കിൽ ഇവിടെ ഓരോ വെബ് സെർവറിനും സെപ്പറേറ്റ് ആയിട്ട് റിസോഴ്സുകൾ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ഇപ്പോൾ ഒരു 10 വെബ് സെർവർ ഉണ്ടെങ്കിൽ 10 റിസോഴ്സുകളായ റാമും CPU-യും അവിടെ സെപ്പറേറ്റ് നമുക്ക് വേണ്ടി വന്നു. അപ്പോൾ എക്സ്പെൻസീവ് വളരെ കൂടും. വെബ്സൈറ്റ് ആക്സസ് വിൽ ബി, ഇപ്പം സെപ്പറേറ്റ് റാമുമാണ് ഉള്ളത്, റാമും CPU-യുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ട്രാഫിക് പ്രോബ്ലം ഒന്നും ഒക്കർ ചെയ്തിട്ടില്ല. ഫാസ്റ്ററായിട്ട് പ്രോസസ്സുകളൊക്കെ നടക്കും, അതായത് ഫാസ്റ്ററായിട്ട് നമുക്ക് വെബ്സൈറ്റുകളൊക്കെ കിട്ടും. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ, ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് ലാർജ് ഓർഗനൈസേഷൻ അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾക്കൊക്കെയാണ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്, അതായത് റിസോഴ്സുകളെ ഷെയർ ചെയ്യുന്നു. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഓരോ വെബ് സെർവറിനും സെപ്പറേറ്റ് ആയിട്ടുള്ള റിസോഴ്സുകളായ റാമും CPU-യും ഉണ്ടാകും. അപ്പം എക്സ്പെൻസീവ് കൂടുതലാണ് എങ്കിലും പെർഫോമൻസ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. ഇത് ലാർജ് ഓർഗനൈസേഷനും അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞാൽ
എ വെർച്വൽ പ്രൈവറ്റ് സെർവർ VPS എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ സെർവർ ദറ്റ് ഈസ് വെർച്വലി പാർട്ടീഷൻഡ് ഇൻ ടു സെവറൽ സെർവേഴ്സ് യൂസിങ് ദി വെർച്വലൈസേഷൻ ടെക്നോളജി. വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഉണ്ട് എന്ന്, വെർച്വലാണ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഉണ്ട് എന്ന് നമ്മളങ്ങ് വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് അവിടെ ഇല്ല. ശരിക്കും ഇല്ലാത്ത ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് വെർച്വാലിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വെർച്വൽ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഈച്ച് VPS, അതായത് ഈച്ച് വെർച്വൽ പ്രൈവറ്റ് സെർവർ വർക്ക് സിമിലർ ടു ഡെഡിക്കേറ്റഡ് സെർവർ. ഈച്ച് VPS ഹാസ് ഇറ്റ്സ് ഓൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോഫ്റ്റ്വെയർ പാക്കേജ്, ഡേറ്റാബേസ് എക്സെട്ര ഇൻസ്റ്റാൾഡ് ഇറ്റ് ഇൻ. വെർച്വൽ പ്രൈവറ്റ് സിസ്റ്റം പ്രൊവൈഡ് ഓൾമോസ്റ്റ് ദി സെയിം സെർവേഴ്സ് അറ്റ് എ ലെസർ കോസ്റ്റ് ദാൻ ദാറ്റ് ഓഫ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. സം പോപ്പുലർ സെർവർ utilization software are VMware, VirtualBox, Free VPS, etc. വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് വെച്ചാൽ ഒരു സെർവറിനെ സ്വതന്ത്രമായ ചെറിയ സെർവറുകളായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. എന്ന് വെച്ചാൽ അതിന് സ്വന്തമായിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോഫ്റ്റ്വെയർ എന്നിവയൊക്കെ അതിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ ഏത് തരം സോഫ്റ്റ്വെയറും ഉപയോഗിക്കാൻ അതിൻ്റെ അകത്ത് കഴിയും. അതായത് വെർച്വൽ സ്വതന്ത്രമായ ചെറിയ സെർവറുകളായി സെപ്പറേറ്റ് ഒരു വെബ് ഹോസ്റ്റിന് ഒരു സെർവർ. അപ്പോൾ സെപ്പറേറ്റ് ഓരോ സെർവറിനും വെബ് ഹോസ്റ്റിനും ഓരോ വെബ് പേജിനും അതിൻ്റേതായിട്ടുള്ള വെബ് സെർവർ സെപ്പറേറ്റ്. അപ്പോൾ അതിൽ തന്നെ ആ വെബ് സെർവർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. ആ സെർവറിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ വിശേഷപ്പെട്ട സൈറ്റുകൾക്ക് യോജിച്ചതാണ് ഈ ഒരു വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. ഇത് ഫിസിക്കൽ സെർവറാണ്. അതായത് വെർച്വലി പാർട്ടീഷൻഡ് ഇൻ ടു സെവറൽ സെർവേഴ്സ് യൂസിങ് ദി വെർച്വലൈസേഷൻ ടെക്നിക്ക്. വെർച്വലൈസേഷൻ ടെക്നിക്സ് വഴി ഒരു സെർവറിനെ ഒരുപാട് സെർവറായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഈ വെർച്വൽ പ്രൈവറ്റ് സെർവർ. വെർച്വൽ എന്ന് വെച്ചാൽ വെർച്വാലിറ്റി. ഒരു സെർവറിനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വെബ് പേജസും യൂസ് ചെയ്യുന്നു. അതിനാണ് ഈ വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്നുകൊണ്ട് പറയുന്നത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സോഫ്റ്റ്വെയർ പാക്കേജും ഡേറ്റാബേസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിനേക്കാളും കോസ്റ്റ് കുറച്ചുകൂടെ കുറവായിരിക്കും. ഇനി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ VMware, VirtualBox, Free VPS എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസ്. ഇനി ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ ബോക്സിൽ കാണിക്കുന്നത്. ഷെയർഡ് ഹോസ്റ്റിങ്ങിൻ്റെ അകത്ത് എന്താണ്? ഡിഫറെൻറ്റ് സൈറ്റ് ഓൺ സിംഗിൾ സെർവർ. ഒരു സിംഗിൾ സെർവറിൻ്റെ കീഴിൽ ഒരുപാട് സൈറ്റുകൾ ഉണ്ടാവും. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൻ്റെ അകത്തോ ഒരു സിംഗിൾ സൈറ്റ് ഓൺ ദി സെർവർ. ഒരു സെർവറിൻ്റെ അകത്ത് ഒരു സിംഗിൾ സൈറ്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. VPSൻ്റെ അകത്ത് എന്താ? സെർവർ ഈസ് പാർട്ടീഷൻ വെർച്വലി. ഒരു സെർവറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പാർട്ടീഷൻ നടത്തുന്നു. വിർച്വലായിട്ട് പാർട്ടീഷൻ നടത്തി സെപ്പറേറ്റ് സൈറ്റുകൾക്ക് കൊടുക്കുന്നു. ആദ്യത്തെ കേസ് ഇതാണ്. നമുക്ക് ഒരു സെർവറുണ്ട്, അതിൻ്റെ കീഴിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം. അതിനെ കൺട്രോൾ ചെയ്യാൻ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ഒരു 15 കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഒരു കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാൻ മറ്റൊരു കമ്പ്യൂട്ടർ. ഓക്കെ, മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറുണ്ട്, ആ കമ്പ്യൂട്ടർ ഈ 15 സിസ്റ്റത്തെയും കൺട്രോൾ ചെയ്യുന്നു. അതായത് പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വിർച്വലി. പക്ഷേ ഇവർക്ക് തോന്നുന്ന എന്താണ്? ഈ 15 സിസ്റ്റത്തിനും തോന്നുന്ന ഇതാണ്, സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഒരു കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാൻ ഉണ്ട് എന്ന് തോന്നൽ വരുന്നു. ഷെയർഡ് ഹോസ്റ്റിങ്ങിന് ചീപ്പാണ്, അതായത് കോസ്റ്റ് വളരെ ചീപ്പായിരിക്കും. പക്ഷേ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൽ വരുമ്പോൾ വളരെ എക്സ്പെൻസീവാണ്. VPSൽ വരുമ്പോൾ കമ്പയർ ടു ഡെഡിക്കേറ്റഡ് കോസ്റ്റ് കുറച്ചുകൂടെ കുറവായിരിക്കും. ഷെയർഡ് ഹോസ്റ്റിങ്ങിൻ്റെ അകത്ത് റെസ്പോൺസ് മേ ബി സ്ലോ സംടൈംസ്, കാരണം ഇവിടെ ട്രാഫിക് പ്രോബ്ലം ഒക്കർ ചെയ്യുന്നു. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൻ്റെ അകത്ത് ഫാസ്റ്റ് റെസ്പോൺസിബിൾ ആയിരിക്കും എപ്പോഴും. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ സെർവറിൻ്റെ കീഴിൽ ഒരു സിംഗിൾ സൈറ്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ കൺട്രോൾ ചെയ്യാനും എളുപ്പമായിരിക്കും. വെർച്വൽ പ്രൈവറ്റ് ഇതിൻ്റെ സെർവറിൻ്റെ അകത്താണെങ്കിൽ ഗുഡ് റെസ്പോൺസ് ആയിരിക്കും. ഷെയർഡ് ഹോസ്റ്റിങ്ങിൻ്റെ കേസിൽ സ്മോൾ വെബ്സൈറ്റുകൾക്കായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ലാർജ് ഓർഗനൈസേഷൻ അതുപോലെ ഗവൺമെൻറ്റിനൊക്കെ ആയിരിക്കും സ്യൂട്ടബിൾ. VPSൻ്റെ അകത്ത് സ്യൂട്ടബിൾ ഫോർ സ്മോൾ. രണ്ടിനും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, സ്മോൾ ആൻഡ് ലാർജ് വെബ്സൈറ്റിന്. അടുത്തതാണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.
FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് FTP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ FTP ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫയൽസ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ ഓൺ ദി ഇൻ്റർനെറ്റ്. FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTP എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ഫയൽ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഈ FTP നമ്മൾ യൂസ് ചെയ്യുന്നത്. Nowadays SSH FTP protocol is used in the FTP software for better security. SFTP എന്ന് വെച്ചാൽ സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. അപ്പോൾ ഈ FTPക്ക് പകരം SSFTP അതുപോലെ SSH FTPയും ഒക്കെ ഫയൽ ഇങ്ങനെ ബെറ്ററായിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഫയൽ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഇൻ്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പോപ്പുലർ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ആർ ഫയൽസില, സ്മാർട്ട് FTP, ക്യൂട്ട് FTP എക്സെട്ര. അപ്പോൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് ഫയൽസിലയും സ്മാർട്ട് FTPയും ക്യൂട്ട് FTP. ഓക്കെ, അപ്പം ഇവിടെ വെബ്സൈറ്റിന് ആവശ്യമായ ഫയലുകൾ വെബ് സെർവറിലേക്ക് കയറ്റാൻ വേണ്ടി, അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ഈ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ യൂസ് ചെയ്താണ് സെക്യൂർ ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്തതാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ഫ്രീ ഓഫ് ചാർജ്. അതായത് സൗജന്യമായിട്ട് പണം ഈടാക്കുന്ന വെബ്സൈറ്റുകൾ തുടങ്ങാനൊരു അവസരം നൽകുക. ഫ്രീ ഹോസ്റ്റിംഗ്, ഇപ്പോൾ നമുക്കറിയാം ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ഫ്രീ ഓഫ് ചാർജ് എന്ന് വെച്ചാൽ ദർ മേ ബി റെസ്ട്രിക്ഷൻസ് ഓൺ ദി അപ്ലോഡിംഗ് ഫയൽ സൈസ്. ഫ്രീ ഹോസ്റ്റിംഗ് സർവീസസ് യൂഷ്വലി പ്രൊവൈഡ് ഐദർ ദെയർ ഓൺ സബ് ഡൊമെയിൻ ഓർ ആസ് എ ഡയറക്ടറി സർവീസ്. ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് site.googles.com, yola.com, blogspot.in എക്സെട്ര. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റുകളിലൊക്കെ കയറുമ്പം അതിൻ്റെ സൈഡിൽ കൂടി ഈ പരസ്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ പരസ്യങ്ങൾ ആ സൈറ്റിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ആ പരസ്യങ്ങൾ വ്യൂ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ആ സൈറ്റിൻ്റെ വരുമാനം വരുന്നത് അല്ലേ. ചില പരസ്യങ്ങൾ നമ്മൾ മുഴുവൻ ഇരുന്ന് കാണിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മണിയായിരിക്കും അവർക്ക് കിട്ടുക. അപ്പോൾ സൗജന്യ ഹോസ്റ്റിംഗ്, പണം ഈടാക്കാതെ വെബ്സൈറ്റുകൾ, പണമൊന്നും നമ്മൾ പേ ചെയ്യാതെ തന്നെ സൗജന്യമായിട്ട് നമുക്കൊരു വെബ് സെർവറിലേക്ക് നമ്മുടെ വെബ് പേജ് പോസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്, പേ ചെയ്യാതെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സൈറ്റിനൊരു ഡൊമെയിൻ നെയിമുകളായിരിക്കും കിട്ടുന്നത്. നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡൊമെയിൻ നെയിം എന്ന് പറഞ്ഞാൽ www.google.com എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ, org.in ഓർഗനൈസേഷൻ, അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് site.google.com, yola.com, blogspot.in എക്സെട്ര. ഈ സൈറ്റുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വെബ് പേജുകൾസ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗജന്യമായിട്ട് നമുക്ക് നമ്മുടെ വെബ് പേജസ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ ഒരു സെർവറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതിനാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഈ ചാപ്റ്ററിൽ നിന്നും വരുന്നത്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.